അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മദേഴ്സ് ഡേക്ക് എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്ര എന്താ പറയുക സന്തോഷമുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കാരണം അമ്മയുടെ മൂഡ് ശരിയായിരുന്നില്ല എടുക്കുമ്പോൾ, ഞങ്ങൾ പറഞ്ഞേക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഇടാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ സ്റ്റോറേജിൻ്റെ പ്രശ്നം നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതാ സെറ്റാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു മദേഴ്സ് ഡേയുടെ വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ടൊരു കുന്ന് മിഠായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെക്കറേറ്റൊക്കെ ചെയ്ത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് സെറ്റാക്കാൻ വെച്ചിട്ട്. പക്ഷെ എന്തുണ്ടായി, ഞാനത് മറന്നു കേട്ടോ. എന്ത് മറന്നു, ഞാൻ ഇത് സംഭവങ്ങളൊക്കെ എടുത്തു, പക്ഷേ ഒരു സാധനം എടുത്തില്ല. ഇത് പൊതിയാനും ഗ്രീറ്റിംഗ് ഉണ്ടാക്കാനുള്ള സാധനം എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പം അങ്ങനെ ഞാൻ ഇത് വീണ്ടും ഈ വീട്ടിൽ പോയിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അമ്മ അവിടെ അറ്റത്താണ് കേട്ടോ, എന്തൊക്കെയോ ചെടികളുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ മിഠായി ഇപ്പോൾ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇപ്പോൾ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാൻ മറക്കും, അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാൻ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളൊരു സംഭവം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കണ്ട. ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ വക കാർഡും ഇത് എൻ്റെയും ശരി ഉണ്ണിക്കുട്ടൻ്റെയും വകയാണ് കേട്ടോ. ഇത് പാവൻ ചെക്കൻ ഇവിടെ ഇങ്ങനെ നിൽക്കണാണോ. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാം. ഇത് കാണുമ്പോൾ വലിയ ലുക്കില്ലെങ്കിലും തുറക്കുമ്പോൾ അതിലൊരു സർപ്രൈസാണുള്ളത്. അത് നിങ്ങൾക്ക് എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും മമ്മിക്ക് കൊടുക്കാം. ഒന്ന് എനിക്കോ ഒന്ന് പുറത്ത് വരാൻ പറ്റുമല്ലെങ്കിൽ എനിക്കെന്നാ ഒരു സാധനത്തിനാ സാധനം നിർത്തിയടാ. ഓക്കെ വെള്ളം തരാണ്ട് അമ്മ നാണം കടത്തല്ലേ. ഞങ്ങളിത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഈ വഴിക്കും കാണാന്നത്. എനിക്ക് വലിയ ഹാപ്പി സാരില്ല, അങ്ങനെ നോക്കില്ല, കേട്ടോ കഴിക്ക്. എനിക്ക് വയ്യ, ഞാൻ ഉറങ്ങട്ടെ. കത്തരി എടുത്തോന്നടാ. ഒന്നും വേണ്ട, വേണ്ട. നൂലാണ്ടല്ലേ തൊക്കിനൊക്കെ എവിടുന്ന കാശ്? ഞാനത് സെറ്റ് ചെയ്ത് കെട്ട് കാണിക്കട്ടെ. ഇപ്പം ഇതാണ് നമ്മുടെ സംഭവം ഉദ്ദേശിച്ചേക്കണത്. ഉണ്ണിക്കുട്ടനൊന്നും കൊടുത്തിട്ടില്ല. മാറി നിന്ന് എന്താലേ ഇതുകൊണ്ടാണ് കേട്ടോ അമ്മ ഞങ്ങളെ കുറെ നേരം വിളിക്കണ്ടായിരുന്നു, ഞങ്ങള് വരുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കലിപ്പും കൂടി ഉണ്ട് മമ്മിക്ക്. എനിക്ക് വയ്യക്ക്, എനിക്ക് ദേഷ്യം പിടിച്ചിരിക്കും ഇതൊന്നും കണ്ടാവുന്നില്ല. നിങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് വെള്ളം എടുത്ത് വന്നിട്ട് ഇത് കാണിച്ചിരുന്നെങ്കിൽ ഇതിവിടെ വെള്ളം കുടിക്കാണ്ട് വിശന്ന് ദാഹിച്ച് കിടക്കുന്നു. അലുവയും ചായ തന്നില്ലേ? ഒരു അര ഗ്ലാസ് ചായ, ചോക്ലേറ്റ്, സ്ട്രോബെറിയുടെ കൂടെ വരണം. പിന്നെ പിടിക്കും, പിന്നെ തിരിഞ്ഞിട്ട് ഭംഗിയില്ലല്ലോ, തൊട്ടില്ല.
അൺഎക്സ്പെക്റ്റഡ് വീഡിയോ. അൺഎക്സ്പെക്റ്റഡ് ഇപ്പൊ എനിക്ക് കല്യാണം വന്നത് കാരണം ഞാൻ വിശന്നിരിക്കുന്നുണ്ട്. വിശന്നാൽ നിങ്ങളല്ലാതാവും. എടുക്കൂ സ്നിക്കേഴ്സ്. സ്നിക്കേഴ്സ് ഇതിലില്ലേ. പറഞ്ഞോ. അപ്പൊ നമ്മള് മദേഴ്സ് ഡേക്ക് ഏതൊരു അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം എന്ന് പറഞ്ഞാൽ പറഞ്ഞനുസരിക്കുക, പറഞ്ഞ കാര്യങ്ങൾ ചെറിയ വാക്കുകളിൽ അത് മൂത്തവരുടെ വാക്കുകൾ എടുക്കുക. അതാണ് എനിക്കുള്ള മെസ്സേജ്. അല്ലാതെ ഗിഫ്റ്റിലോ നമ്മൾ കുറെ സ്റ്റാറ്റസ് ഇട്ടു ആൾക്കാർ കണ്ടു അതിലൊന്നും അർത്ഥമില്ല. കാര്യം ഞാനൊന്ന് സ്റ്റാറ്റസ് ഇട്ടു, അത് എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് ഇട്ടതാണ്. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും ഞാൻ ഇടണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ടതാ, അല്ലാതെ ഞാനിടാറൊന്നുമില്ല. അപ്പോൾ അതായത് അമ്മയ്ക്ക് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാനിട്ടത്. അപ്പം നിങ്ങൾ ഇട്ടല്ലോ എന്ന് ചിന്തിക്കണ്ട. ഞാനിട്ടതിൻ്റെ കാരണം ഇതാണ്. എൻ്റെ അമ്മയ്ക്ക് നമ്മളെ ഫോട്ടോസ് എന്നല്ല, എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എന്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാലും സ്റ്റാറ്റസ് ഇടണം എന്നുള്ളത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞാ കേൾക്കുക. അതന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ. നമ്മളൊരാള് വിളിച്ചു, അല്ലെ നമ്മുടെ മൂത്തൊരാള് വിളിച്ചു, അപ്പൊ ആ സമയത്ത് ചെല്ലുക. പിന്നെ നമ്മള് പിന്നെ ആവട്ടെ, പിന്നെ അത് ശരിയുള്ള കാര്യമല്ല. അതൊക്കെയാണ് ഏറ്റവും ബഹുമാനം. അല്ലാണ്ട് ഒരു ഡേയിലൊതുങ്ങുന്നതൊന്നല്ല ആരോടുള്ള സ്നേഹം. മദറായാലും ഫാദറായാലും സിസ്റ്ററായാലും ബ്രദറായാലും നമ്മുടെ എൽഡേഴ്സിനോടുള്ള ബഹുമാനം ഒന്നും അങ്ങനെയുള്ള സ്റ്റാറ്റസിൽ ഒതുക്കേണ്ട കാര്യങ്ങളല്ല. പറഞ്ഞനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ടൊക്കെ നേടേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ഇതിട്ട. എല്ലാവരും ഇത് ഓരോ തോട്ടാവില്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം എല്ലാ അമ്മമാർക്കും ഹാപ്പി